നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ നൂറൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ചില ആളുകൾ എന്നോട് പറഞ്ഞു, എന്താണ് ഈ ഡാർക്ക് മോഡ്, അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാമോ, ഞങ്ങൾക്ക് അതൊന്ന് ശരിയാക്കി തരുമോ എന്നൊക്കെ. ഇപ്പോൾ ഈ ഡാർക്ക് മോഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് അവർ അറിഞ്ഞു എന്നെനിക്ക് മനസ്സിലായി. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഡാർക്ക് മോഡിൽ നമ്മൾ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അത് മൊബൈലിൽ നിന്നുള്ളൊരു വാക്കാണത്. ഡാർക്കിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ അത് നമ്മുടെ കണ്ണിന് നല്ലതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലാതെ വേറൊന്നുമല്ല. അപ്പം നമ്മളിതിങ്ങനെ വെള്ള നിറത്തിൽ മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സീനുകളും, അതുപോലെ തന്നെ ചില കളർഫുള്ളായിട്ടുള്ള സീനുകളിൽ നിന്നൊക്കെ വിവിധ രശ്മികൾ നമ്മുടെ കണ്ണിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കണ്ണിന്, അതുപോലെ നമ്മുടെ മുഖത്തെ തൊലിക്ക്, മറ്റുള്ള ശരീരഭാഗങ്ങളിലൊക്കെ ചില പ്രോബ്ലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കമ്പനി പറയുന്നത്. അതായത് ക്യാൻസർ പോലത്തൊക്കെ. അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ പറയുന്നു. ചെറിയ കുട്ടികൾക്കൊക്കെ മൊബൈൽ അധികം യൂസ് ചെയ്യാൻ കൊടുക്കുന്നത് തടയണമെന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതായത് കുട്ടികൾ അശ്ലീലമായ രംഗങ്ങൾ കാണും അല്ലെങ്കിൽ കേൾക്കും എന്നതുകൊണ്ട് മാത്രമല്ല. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഈ ഡാർക്ക് മോഡിലാക്കുക എന്ന് നോക്കാം. അതായത് നമ്മൾ കാണുന്ന ഏത് ആപ്പായാലും ശരി, ആ ആപ്പിൻ്റെ സൈഡിലുണ്ടാവും 3 കുത്ത്. അതാണ് 3 ഡോട്ട് എന്ന് പറയുന്നത്. ഈ 3 കുത്തായിട്ട് ഐ പോലത്തെ ഒരു വര കാണാം. അതിൽ കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്കായിട്ട് സ്ക്രീൻ തുറക്കും. ആ ആപ്പിൽ അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുകയാണ് കമ്പനി തന്നെ. അതായത് ആ ആപ്പ് ഉണ്ടാക്കിയ കമ്പനി തന്നെ. ഉദാഹരണത്തിന് നമ്മൾ യൂട്യൂബിൽ അങ്ങനെ ഒരു 3 കുത്ത് കാണാം. അതുപോലെ ഫേസ്ബുക്കിൽ ആ സൈഡിൽ ഒരു 3 കുത്ത് കാണാം. അതുപോലെ വാട്സാപ്പിൽ നമുക്ക് ആ സൈഡിൽ ഒരു 3 കുത്ത് കാണാം. ഈ കുത്തിൽ കൈവെക്കുമ്പോഴാണ് അതാത് ആപ്പിൻ്റെ ഈ പേജ് തുറക്കുന്നത്. അതിൽ നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മളൊരു എഴുത്തവിടെ കാണാൻ സാധിക്കും, ഡാർക്ക് മോഡ് എന്ന് പറഞ്ഞിട്ട്. ഇതാണ് സംഭവം. ഈ ഡാർക്ക് മോഡ് എന്നായിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് മേലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ ഡാർക്ക് മോഡ് ആയിക്കഴിഞ്ഞാൽ അവിടെ നിർത്തുക. എന്നിട്ട് അതിൽ കൈ വെക്കുന്നു. നമ്മൾ തള്ളവിരൽ വെച്ച് ഒന്ന് അമർത്തുക. അപ്പോൾ എന്താ സംഭവിക്കുക? ആപ്പ് ഡാർക്ക് മോഡായി. ഇതാണ് സംഭവം. ആ വെളുത്ത എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ക്രീൻ ഉണ്ടല്ലോ, ഈ സ്ക്രീനിന് മാറ്റം വന്നത് ഡാർക്ക് മോഡായി. ഇതാണ് സംഭവം. അല്ലാതെ നമ്മളത് നിങ്ങൾക്ക് വന്ന് കാണിച്ചു തരാനൊന്നും പറ്റില്ല. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഇപ്പോൾ തന്നെ നോക്കാവുന്നതാണ്. നിങ്ങളെ ഈ മൊബൈലിൽ ഡാർക്ക് മോഡ് അല്ലെങ്കിൽ. അല്ലാതെ ഡാർക്ക് മോഡ് എല്ലാ ആപ്പിലും ചെയ്യാൻ സാധ്യമല്ല. എല്ലാ ആപ്പിലും ആ ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് അതാത് ആപ്പിൽ ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഈ 3 ഡോട്ടിൽ അമർത്തിക്കൊണ്ട് ഡാർക്ക് മോഡിലേക്കാക്കും. അല്ലാതെ ഫുള്ളായിട്ട് എൻ്റെ മൊബൈലൊന്ന് ഡാർക്ക് മോഡാക്കി തരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവില്ല. ഇതാണ് സംഭവം. അപ്പോൾ ഇപ്പോൾ തന്നെ നോക്കാവുന്നതാണ്. യൂട്യൂബിൻ്റെ സൈഡിലുണ്ടായിരിക്കും നമ്മൾ ഒരു സൈഡിൽ ഒരു 3 ഡോട്ട്. അതിൽ കൈ വെക്കുമ്പോൾ നമ്മൾ മേലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കും. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും ഡാർക്ക് മോഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഡാർക്ക് മോഡാക്കാം. അപ്പോൾ ഡാർക്കിലായിരിക്കും കാണുക. അപ്പോൾ അതിൻ്റെ ഗുണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളെ കണ്ണുകളിലേക്ക് മൊബൈലിൽ നിന്ന് തന്നെ അടിച്ചുകൊണ്ടിരിക്കുന്ന രശ്മികളോ, നമ്മളെ ശരീരത്തിലൂടെ കടന്നു പോകാൻ ശക്തിയുള്ള രശ്മികളോ, അപ്പോൾ അത്തരം രശ്മികളൊക്കെ ഉണ്ടോയെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്ന അതിന് വ്യക്തമായി നമുക്ക് മനസ്സിലാവും. അത്തരം രശ്മികളല്ല, പാറ വരെ തുളച്ചു പോകുന്ന രശ്മികളുണ്ട്. അതുകൊണ്ടാണ് കമ്പനി പറയുന്നത് മൊബൈൽ കണ്ണിൻ്റെ തൊട്ടടുത്ത് വെച്ച് കാണരുത്, അതുപോലെ കമ്പ്യൂട്ടർ
തൊട്ടടുത്ത് വെച്ച് കാണരുത്. അപ്പോൾ അതിനായിട്ട് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന ആളുകൾ അല്പം ചെരിഞ്ഞാണ് ഇരിക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒന്നിങ്ങനെ ചെരിഞ്ഞാണ് ഇരിക്കുക. ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ, നമ്മൾ വേറൊരു ഓഫീസിലേക്ക് പോകുമ്പോൾ അവിടെയൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ ഇങ്ങനെ കാണാം. അപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ ഒരു സൈഡിലാണ് ഇരിക്കുക, ഡയറക്റ്റ് ഇരിക്കാൻ പാടില്ല. അതുപോലെ പണ്ട് കാലത്തൊക്കെ നമ്മൾ ടി വി കണ്ടിരുന്നത് ഡയറക്റ്റ് ഇരുന്നിട്ടാണ്. അപ്പോൾ അതിന് കമ്പനി പറയുന്നത് ഹൈറ്റിൽ വെക്കുക, നമ്മൾ താഴത്തിരുന്ന് ഹൈറ്റിലേക്ക് നോക്കി കാണുക, അല്ലാതെ നമ്മുടെ നെഞ്ചോട് വരാൻ പാടില്ല. അപ്പോൾ ആ ഒരു പൊസിഷൻ അപകടകരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ മൊബൈൽ കമ്പനി പറയുന്നത് നിങ്ങൾ തൊട്ടടുത്ത് കണ്ണിനടുത്തേക്ക് കൊണ്ടുവരരുത് മൊബൈൽ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇതൊന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളാണ് അപ്പോൾ മൊബൈൽ അമ്മമാരുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഉമ്മമാരുടെ കയ്യിൽ നിന്നും മറ്റും കൈവശപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അറിയില്ല. അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും മനസ്സിലാവില്ല. അപ്പോൾ അവരുടെ കയ്യിൽ ഇത് കിട്ടാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഉത്തമം. ചിലർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മൊബൈൽ അങ്ങനെ ഭക്ഷണത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് വെച്ചിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിലേക്ക് അതിൽ നിന്നുള്ള ഇൻഫ്രാറെഡ് രശ്മികൾ, അതുപോലെ അപകടകരമായിട്ടുള്ള മറ്റ് രശ്മികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഡാർക്ക് മോഡ് ആക്കുന്നതിൻ്റെ കാരണം. കമ്പനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ, അതുപോലെ ഓഡിയോക്ക് ആ പ്രോബ്ലം വരില്ല. വീഡിയോയിൽ വരുന്ന വളരെ കളർഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ വളരെ തിക്നെസ് കളറായിട്ട് വരുന്നതിൽ നിന്നൊക്കെ ഒരു ഉദിപ്പ് കണ്ണിലേക്ക് വരുന്നു. അത് കണ്ണും കഴിഞ്ഞ് വേറെ ലോകത്തേക്ക് പോകുന്നുണ്ട്. അത് തുളച്ചു പോകാൻ ശക്തിയുള്ള എന്നാണ് അർത്ഥം. അപ്പോൾ ആ ചില്ലും തുളച്ചിട്ടാണ് വരുന്നത്. എല്ലാവരുടെ മൊബൈലിനും ഒരു ചില്ലിനൊരു കവർ കൂടി ഉണ്ടാവും. അതെല്ലാം തുളച്ച് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ കമ്പനി പറയുന്നത് നമ്മൾ വിശ്വസിക്കണമല്ലോ. അങ്ങനെ തുളച്ചിട്ട് തന്നെയാണ് ഇതിലേക്ക് സിഗ്നൽ വരുന്നതും. അതായത് നമ്മൾ ആൻറ്റിനകളിൽ നിന്നാണല്ലോ വരുന്നത്. അതാണ് ഈ 3G 4G എന്നൊക്കെ പറയുന്നത്. ഇനി 5G ആണ് വരാൻ പോകുന്നത്. അപ്പോൾ പിന്നെ നമ്മളെ ഇന്ത്യ അതിനെ അനുവദിച്ചിട്ടില്ല, അമേരിക്കനെ അനുവദിച്ചിട്ടില്ല എന്നാണ് കേട്ടത്. 5G വരുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ബുദ്ധിമുട്ടാണെന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്. ഗൾഫ് നാടുകളിലൊക്കെ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ പിന്നെ അമേരിക്കയിലും വന്നിട്ടുണ്ടായിരിക്കാം എന്നാണ്. പിന്നെ 5 കഴിഞ്ഞാൽ പിന്നെ ആളുകൾ 6 ചോദിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് കിട്ടിയാലും തികയില്ല. ഇപ്പോൾ വേറൊരു കാർ ഇപ്പോൾ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അത് പിന്നെ അത് BMW ആക്കണം എന്നാണ് അവർക്ക് ആഗ്രഹം വരിക. കാരണം എല്ലാവരേക്കാളും മുന്തി നിൽക്കണം എന്നുള്ളതാണ് എല്ലാവരുടെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് അപകടം ഉണ്ടാവും. അപ്പോൾ ഈ സംഭവം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് സംഭവം. ഈ ഡാർക്ക് മോഡ് ആക്കിയുള്ള ഗുണം ഇതാണ്. അതാക്കണം എന്ന് തന്നെയാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഏത് ആപ്പും അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഫേസ്ബുക്ക് എടുത്ത് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ വാട്സാപ്പ് എടുത്ത് എന്ന് വിചാരിക്കുക. അതിൻ്റെ സൈഡിലുണ്ടാകും ഒരു നീല റൗണ്ട്. ഈ നീല റൗണ്ട് ഇപ്പോൾ അടുത്ത് വന്നതാണ്. അതെന്താണ് അർത്ഥമാക്കുന്നത് വെച്ചാൽ, അത് മേത്ത കമ്പനി വാങ്ങി എന്നാണ് അർത്ഥം. മേത്ത കമ്പനി എന്ന് പറയുന്നത് ഈ കമ്പനിക്ക് കച്ചവടമൊക്കെ നടത്തി നോക്കുമ്പോൾ വലിയ ലാഭമൊന്നും കിട്ടിയില്ല. അപ്പം മേത്ത എന്ന് പറയുന്ന വലിയ കമ്പനിക്ക് ഈ കമ്പനി കൈമാറി എന്നാണ് അർത്ഥം. അപ്പോൾ മേത്തയാണ് തുടർന്നിട്ട് ഈ കമ്പനിയുടെ ഉടമസ്ഥൻ എന്നാക്കാൻ അവരുടെ എംബ്ലം കൊടുത്തിരിക്കുകയാണ്. ഉദാഹരണത്തിന് നമുക്ക് ഫേസ്ബുക്ക് നോക്കിയാൽ കാണാം ഈ നീല റൗണ്ട്. അതുപോലെ തന്നെ വാട്സാപ്പ് നോക്കിയാലും കാണാം ഈ നീല റൗണ്ട്. ആ 2 കമ്പനിയെയും മേത്ത എടുത്തിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ബെൽ ബട്ടണും അമർത്തുക. കാരണം നിങ്ങൾ ഒരു 10 ആൾ കാണുന്നുണ്ട് എന്ന് യൂട്യൂബിന് ഉറപ്പാകുമ്പോഴാണ് അടുത്ത വീഡിയോ നിങ്ങളെ അവർ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളാരും ഇത് കാണുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങളത് ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ദയവായി നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. കമൻറ്റ് ബോക്സ് ഉണ്ടാകും, ആ അഭിപ്രായങ്ങളും അറിയിക്കുക. നന്ദി, നമസ്കാരം.